അപ്പോൾ നമുക്കൊരു പുതിയ ടോപ്പിക്ക് പഠിക്കഴിഞ്ഞ് ട്രീ ട്രാവേഴ്സിംഗ് മെത്തേഡ്. ട്രാവേഴ്സിംഗ് നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ളതാണ്. എന്താണ് ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റിംഗ് ഓൾ ദ എലമെൻറ്റ്സ്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ച അറേക്കകത്താണെങ്കിലും അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റിനകത്താണെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യാൻ എല്ലാം ഇതിനും എലമെൻസിനും ഒറ്റ തവണ വിസിറ്റ് ചെയ്ത് വരുന്നതിനാണെന്ന് പറയുന്നത് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ട്രീക്കകത്തും എന്താ പറയുന്നത്, മൂവിങ് ത്രൂ ഓൾ ദ നോഡ്സ് ഇൻ ദ ബൈനറി ട്രീ, വിസിറ്റിംഗ് ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഓൺലി വൺസ്. അതായത് ഓരോ നോഡിനും വിസിറ്റ് ചെയ്യുക, അതും ഒറ്റ തവണ. ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് ഒരു ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൈനറി ട്രീക്കകത്തുള്ള എല്ലാ നോഡ്സിനുള്ള ആക്സസ് ചെയ്യാനോ വിസിറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് എന്ത് ട്രീ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്കറിയാം ട്രീ, ഇപ്പോൾ ഞാനിവിടെ ഈ വരച്ചു വെച്ചിരിക്കുന്ന ട്രീക്കകത്ത് ഒരുപാട് നോഡ്സ് ഉണ്ട്. ഇപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും അല്ലേ? പലതരത്തിൽ നമുക്കിതിനെ ട്രാവേഴ്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഓർഡർ ട്രാവേഴ്സിലും, ഒന്ന് പ്രീ ഓർഡർ ട്രാവേഴ്സിലും, ഒന്ന് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലും. അപ്പോൾ നമ്മളിവിടെ ഈ ഡയഗ്രാമിനകത്ത് റൂട്ടായിട്ട് കിടക്കുന്നത് എ ആണ്. അതുപോലെ എക്ക് ഒരു ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, അതുപോലെ റൈറ്റ് സബ് ട്രീ ഉണ്ട്. അതായത് എനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇതും 2 ട്രീസ് ഇനി അവിടെ കിടക്കുന്നത് അല്ലേ, എയുടെ ലെഫ്റ്റും റൈറ്റായിട്ട്. ഇനി ഈ ട്രീനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിനകത്തും എന്തുണ്ട്, റൂട്ട് നോഡ് ഉണ്ട്, അതായത് ബി എന്ന് പറയുന്ന റൂട്ട് നോഡ് ഉണ്ട്. അതുപോലെ ഈ ഒരു ട്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂട്ട് നോഡ് സി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ടെക്നിക്കുകളിൽ യൂസ് ചെയ്ത് ട്രാവേഴ്സ് ചെയ്യുന്നത്. അതായത് റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്, അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെക്നിക്കുകൾ നമ്മൾ എങ്ങനെ ട്രാവേഴ്സ് ചെയ്യാമെന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ആദ്യം ഇൻ ഓർഡറിൽ വരുന്നത് ലെഫ്റ്റ് സബ് ട്രീനെയാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുക. ലെഫ്റ്റ് സബ് ട്രീനെ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്തിട്ട് ദെൻ നമ്മൾ റൂട്ടിനെ വിസിറ്റ് ചെയ്യും, വിസിറ്റ് ദ റൂട്ട്. ദെൻ ലാസ്റ്റാണ് നമ്മൾ റൈറ്റ് സബ് ട്രീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ട്രാവേഴ്സ്, നമ്മളിതിനെ ഒരു എന്താ പറയുക ഔട്ട്പുട്ട് ഉണ്ടാക്കണം. ഇൻ ഓർഡർ ഈ ഒരു ഇതിനെ നമ്മൾ എങ്ങനെ ഇൻ ഓർഡർ ട്രാവേഴ്സലായിട്ട് നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ ഓർഡറിൽ എങ്ങനെയാണ് ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്, ആരാണ്, ലെഫ്റ്റ് സബ് ട്രീ, അത് കഴിഞ്ഞ് റൂട്ട്, ദെൻ റൈറ്റ് സബ് ട്രീ. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ എടുത്ത് മാത്രം നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ വേണ്ടത്, ഇതിനകത്തും ലെഫ്റ്റിന് ആദ്യം വിസിറ്റ് ചെയ്യണം, ദെൻ റൂട്ടിനെ വിസിറ്റ് ചെയ്യണം, ദെൻ റൈറ്റിനെ വിസിറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെയും അതുപോലെ തന്നെയാണ്, ലെഫ്റ്റിനെ വിസിറ്റ് ചെയ്യണം, റൂട്ടിനെ വിസിറ്റ് ചെയ്യണം, റൈറ്റിനെ വിസിറ്റ് ചെയ്യണം. അപ്പം നമുക്കിതിൻ്റെ ഇൻ ഓർഡർ ട്രാവേഴ്സലിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നോക്കുക, അപ്പോൾ കൺസിഡർ ചെയ്യണം എന്താണ്, നമുക്കറിയാം റൂട്ട് അല്ലേ, റൂട്ടിൻ്റെ ലെഫ്റ്റും റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രീ ആണ്, റൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ, ലെഫ്റ്റ് സബ് ട്രീയാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. ലെഫ്റ്റ് ഭാഗം എടുത്തു നോക്കുമ്പോൾ അതൊരു ട്രീ ആണ്, ബി എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ ഓർഡറിൻ്റെ ഫോർമാറ്റ് വെച്ചുമ്പോൾ ലെഫ്റ്റിൻ്റെ ചൈൽഡ് ആദ്യം എഴുതണം, റൂട്ട് എഴുതണം, ദെൻ റൈറ്റ് എഴുതണം. അപ്പോൾ ആദ്യം എങ്ങനെ എഴുതാം, ഡി, ദെൻ ബി, ദെൻ ഇ. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ കഴിഞ്ഞു. ഇനി ആരാ വേണ്ടത്, വിസിറ്റ് റൂട്ട്. റൂട്ട് ആരാണ്, നമ്മുടെ എ. സോ നമ്മൾ എ എന്ന് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ റൈറ്റ് സബ് ട്രീ നോക്കണം. റൈറ്റ് സബ് ട്രീ നോക്കിയപ്പോൾ ഒരു ട്രീ തന്നെയാണ്, റൂട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ഭാഗം കൺസിഡർ ചെയ്യുക, ലെഫ്റ്റിൻ്റെ ഭാഗം കൺസിഡർ ചെയ്യാം. സോ എഫ് എഴുതണം, ദെൻ എഫ് എഴുതുക, ദെൻ ലെഫ്റ്റ് കഴിഞ്ഞു, ദെൻ റൂട്ട് എഴുതുക, ദെൻ റൈറ്റ് എഴുതുക. ഇങ്ങനെയാണ് എന്ത് ഇൻ ഓർഡർ ട്രാവേഴ്സൽ നമ്മൾ എഴുതേണ്ടത്. ഇൻ ഓർഡർ ട്രാവേഴ്സൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻ ഓർഡർ ട്രാവേഴ്സിന് ഒരു ഷോർട്ടായിട്ട് നമ്മൾ പറയും LR0R എന്ന് പറഞ്ഞിട്ട് വിടും. LR0R, അതായത് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു ട്രീയുടെ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, റൈറ്റ് സബ് ട്രീ ഉണ്ട്. ലെഫ്റ്റ് സബ് ട്രീക്കകത്തും ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് ഉണ്ട്, ദെൻ റൂട്ട് ഉണ്ട്. പിന്നെ റൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇവിടെയും ഉണ്ട് എന്തൊരു ട്രീ. സോ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. അപ്പോൾ ഇൻ ഓർഡറിൽ ഫസ്റ്റ് ആരെ വിസിറ്റ് ചെയ്യേണ്ടത്, ലെഫ്റ്റിനെ വിസിറ്റ് ചെയ്യണം, ദെൻ റൂട്ടിനെ വിസിറ്റ് ചെയ്യണം, റൈറ്റിനെ വിസിറ്റ് ചെയ്യണം. ട്രാവേഴ്സിൻ്റെ അൽഗോരിതം, അതായത് റൂട്ട് നോഡാണ് വെച്ചാൽ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു നൾ, അതായത് റൂട്ട് നോഡ് നൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇൻ ഓർഡർ ട്രാവേഴ്സ് ലെഫ്റ്റ് ഓഫ് എക്സിലോട്ട് പോകണം. ദെൻ ലെഫ്റ്റ് ഓഫ് എക്സ് വീണ്ടും അവിടെ റിക്കേഴ്സീവ് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്, വീണ്ടും ആ ഫംഗ്ഷനെ തന്നെയാണ് വിളിക്കുന്നത്. ഇൻ ഓർഡർ ട്രീ ട്രാവേഴ്സിൽ ലെഫ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷനെ തന്നെയാണ് വിളിക്കുന്നത്. ദെൻ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ഡാറ്റ ഓഫ് എക്സ്, അതായത് നമ്മുടെ റൂട്ട് നോഡിനെ പ്രിൻറ്റ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, റൈറ്റ് സബ് ട്രീ, അതായത് ലെഫ്റ്റ് നമ്മൾ പറഞ്ഞു
റൂട്ടിൻ ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞു, ലെഫ്റ്റിൽ വീണ്ടും റിക്കേഴ്സീവ് ഫംഗ്ഷൻ തന്നെ വിളിച്ചു, ഈ ഫംഗ്ഷനെ തന്നെ വീണ്ടും വിളിക്കുന്നു. ദെൻ അത് കഴിയുമ്പോൾ എന്താ ഈ ഫംഗ്ഷനെ വീണ്ടും വിളിക്കാൻ കാരണം, അവിടെയും എന്തുണ്ടാവും, വീണ്ടും ലെഫ്റ്റിനകത്ത് വീണ്ടും റൂട്ടിനോടും വീണ്ടും സബ് ട്രീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് റിക്കേഴ്സീവായിട്ട് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സിനെ പ്രിൻറ്റ് ചെയ്യണം, അതായത് റൂട്ടിനോട് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റും റൂട്ടും കഴിഞ്ഞു. ദെൻ റൈറ്റിലോട്ടുള്ളത് അടുത്ത ഫംഗ്ഷൻ നമ്മൾ വീണ്ടും റിക്കേഴ്സീവായി തന്നെ വിളിക്കും. ഇത് ചെറിയ അൽഗോരിതമാണ്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു നൾ, അതായത് റൂട്ടിനോട് നൾ അല്ലെങ്കിൽ ഇന്നോർഡർ ട്രീ ട്രാവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നെയിമാണ്. എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഓഫ് എക്സിലോട്ട് പോകണം. ദെൻ പ്രിൻറ്റ് ഡാറ്റ എക്സ്, അതായത് റൂട്ട് നോഡിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കണം. ദെൻ ഇന്നോർഡർ ട്രാവേഴ്സൽ റൈറ്റ് ഓഫ് എക്സ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് പ്രീ R0LR. അതായത് ആദ്യം റൂട്ടിനെ നമ്മൾ വിസിറ്റ് ചെയ്യണം, വിസിറ്റ് ദ റൂട്ട്, റൂട്ടിനെയാണ് ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ട്രാവേഴ്സ് ലെഫ്റ്റ് സബ് ട്രീ, ദെൻ ട്രാവേഴ്സ് റൈറ്റ് സബ് ട്രീ. അപ്പം നമ്മുടെ ആദ്യത്തെ ആ ട്രീ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് പ്രീ ഓർഡർ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, വിസിറ്റ് ദ റൂട്ടിനെയാണ് ആദ്യം ട്രാവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ എ ആണ് നമ്മുടെ റൂട്ട് നോഡ് എന്നുള്ളത്, അപ്പോൾ എ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, ലെഫ്റ്റ് സബ് ട്രീ. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ ഏതാണ്, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ, ഇത് നമ്മുടെ റൈറ്റ് സബ് ട്രീ. ഈ ലെഫ്റ്റ് സബ് ട്രീ മാത്രം എടുത്ത് നോക്കുമ്പോൾ ഇതിനുണ്ട് റൂട്ടും ലെഫ്റ്റും റൈറ്റും. സോ ഇതിനകത്ത് നമ്മൾ ആരെ എഴുതണം, റൂട്ടിനെ ഫസ്റ്റ് എഴുതണം. സോ നമ്മൾ എ ബി എന്ന് എഴുതി. ദെൻ ലെഫ്റ്റിനെ നമ്മൾ എഴുതി DA, ദെൻ റൈറ്റിനെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞു, ഇത്രയും ഭാഗം തീർന്നു. നമ്മൾ റൈറ്റിലോട്ട് കടന്നു. റൈറ്റിനകത്തും അതുപോലെ ലെഫ്റ്റ് റൂട്ട് റൈറ്റ് ഉണ്ട്. ദെൻ അതിനകത്ത് ആരെ എഴുതേണ്ടത്, സീന് ആദ്യം, അതായത് റൂട്ടാണ് ആദ്യം എഴുതേണ്ടത്. ദെൻ ലെഫ്റ്റ് എഴുതണം, ദെൻ റൈറ്റ് എഴുതണം. ഇങ്ങനെയാണ് എന്ത് പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രീ ഓർഡറിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം റൂട്ടിനോടിന് എഴുതണം, ദെൻ ലെഫ്റ്റ് സബ് ട്രീന് എഴുതണം, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്, ട്രാവേഴ്സ് റൈറ്റ് സബ് ട്രീ എഴുതണം. അപ്പോൾ അതാണ് പ്രീ ഓർഡർ എന്ന് പറയുന്നത്. പ്രീ ഓർഡറിൻ്റെ അൽഗോരിതം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇഫ് എക്സ് ഈസ് ഈക്വൾ ടു നൾ, അതായത് റൂട്ടിനോട് നൾ അല്ലെങ്കിൽ നമുക്ക് റൂട്ടിനോട് തന്നെയാണ് ആദ്യം പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ പ്രിൻറ്റ് ഡാറ്റ ഓഫ് എക്സ്. പിന്നെ ആരെ വിളിക്കേണ്ടത്, ലെഫ്റ്റ് ഓഫ് എക്സ്, ദെൻ റൈറ്റ് ഓഫ് എക്സ്. പ്രീ ഓർഡർ ട്രീ ട്രാവേഴ്സൽ ലെഫ്റ്റ് ഓഫ് എക്സ്, പ്രീ ഓർഡർ ട്രീ ട്രാവേഴ്സൽ റൈറ്റ് ഓഫ് എക്സ്. ഇത് വീണ്ടും റിക്കേഴ്സീവ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിക്കേർഷൻ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. അതിൻ്റെ ഷോർട്ട് എന്ന് പറയുന്നത് LRR0. അതായത് ആദ്യം ആരെ വിസിറ്റ് ചെയ്യേണ്ടത്, ആദ്യം ട്രാവേഴ്സ് ലെഫ്റ്റ് സബ് ട്രീ, ദെൻ ട്രാവേഴ്സ് റൈറ്റ് സബ് ട്രീ, ദെൻ വിസിറ്റ് ദ റൂട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പോസ്റ്റ് ഓർഡർ നമുക്ക് എഴുതാം. അപ്പോൾ പോസ്റ്റ് ഓർഡർ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആദ്യം പോസ്റ്റ് ഓർഡറിനകത്ത് ലെഫ്റ്റ് സബ് ട്രീനെ ആദ്യം കണ്ട ശേഷം റൈറ്റ് സബ് ട്രീ എഴുതണം, ദെൻ വിസിറ്റ് ദ റൂട്ടാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ എടുത്തു. ലെഫ്റ്റ് സബ് ട്രീക്കകത്ത് തന്നെ ലെഫ്റ്റും റൂട്ടും റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരാദ്യം എഴുതേണ്ടത്, D ആദ്യം എഴുതണം, ദെൻ റൈറ്റ് എഴുതണം, ദെൻ റൂട്ട് എഴുതണം. ദെൻ എന്ന് എഴുതരുത്, എന്താ വേണ്ടത്, പിന്നെ പോസ്റ്റ് ഓർഡറിനകത്ത് ലെഫ്റ്റ് കഴിഞ്ഞാൽ ദെൻ റൈറ്റ് ആണ് എഴുതുന്നത്, എന്നിട്ടാണ് റൂട്ട് എഴുതേണ്ടുള്ളൂ. അപ്പോൾ റൈറ്റ് എടുത്തു. റൈറ്റിനകത്തും ലെഫ്റ്റും റൂട്ടും റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരെഴുതേണ്ടത്, F എഴുതണം, ദെൻ റൈറ്റ് എഴുതണം, ദെൻ റൂട്ട് C എന്ന് എഴുതണം. ലാസ്റ്റാണ് ഏതെഴുതേണ്ടത്, A എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് എന്ത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം സെയിം തന്നെയാണ്, അതിൻ്റെ ഓർഡർ വ്യത്യാസമേ എന്നുള്ളൂ. എക്സ് നോട്ട് ഈക്വൽ ടു നൾ, അതായത് റൂട്ട് നോഡ് നൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ലെഫ്റ്റിലെ ഇത് ചെയ്യണം, ലെഫ്റ്റ് ഓഫ് എക്സിലെ റിക്കർഷൻ ചെയ്യണം, ദെൻ റൈറ്റ്, ദെൻ പ്രിൻറ്റ് ഡാറ്റ ഓഫ് എക്സ്, അതായത് റൂട്ടിനെ പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് 3 ട്രീ ട്രാവേഴ്സൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, essay ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഓൾറെഡി ഞാനൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ്.
8 5 4 9 7 1 12 2 11 3. ഇതിനെ നമുക്ക് എങ്ങനെ ഈ 3 ഓർഡർ ആക്കാം എന്നുള്ളത്. ഒന്ന് ഇൻ ഓർഡർ, ദെൻ പ്രീ ഓർഡർ, ദെൻ പോസ്റ്റ് ഓർഡർ. അപ്പോൾ ഇൻ ഓർഡറിൽ ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്? റൂട്ടിനെയാണ്, ആദ്യം ലെഫ്റ്റ് സബ് ട്രീനെ വിസിറ്റ് ചെയ്യണം, ദെൻ റൂട്ട് നോഡ്, ദെൻ റൈറ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആദ്യം ലെഫ്റ്റിനെടുത്തു. ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് എന്ത് ലെഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ ലെഫ്റ്റിനകത്ത് ഇത് മാത്രം ഒരു സബ് ട്രീ നോക്കുക. അപ്പോൾ ഇവിടെ വേറെ നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇനി വേറെ ഇല്ല, ഇവിടെയാണ് വരുന്നത്, റൈറ്റിലോട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ട്രീക്കകത്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം ലെഫ്റ്റ്, ദെൻ റൂട്ട്, ദെൻ റൈറ്റ്, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ ഓർഡറാണ് നോക്കുന്നത്. സോ 9 ആണ് ലെഫ്റ്റിൽ വരുന്നത്. ദെൻ റൂട്ട് വിസിറ്റ് ചെയ്യണം 5, ദെൻ റൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഒരു സബ് ട്രീ ആയിരുന്നു. റൈറ്റ് എന്ന് പറയുന്നത് ഒരു സബ് ട്രീയാണ്. അപ്പോൾ റൈറ്റ് സബ് ട്രീക്കകത്ത് ലെഫ്റ്റും റൂട്ടും റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇൻ ഓർഡറിനകത്ത് ആദ്യം വിസിറ്റ് ചെയ്യണം? 1നെ വിസിറ്റ് ചെയ്യണം, ദെൻ റൂട്ടിനെ വിസിറ്റ് ചെയ്യണം. ദെൻ വീണ്ടും ഇവിടെ നോക്കുമ്പോൾ ഇതൊരു സബ് ട്രീ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സബ് ട്രീക്കകത്ത് റൈറ്റ് നോഡില്ല എന്നുള്ളൂ, പക്ഷേ ലെഫ്റ്റ് നോഡുണ്ട്. അപ്പോൾ 7ൻ്റെ റൈറ്റിലൊരു സബ് ട്രീ ഉണ്ട്, ലെഫ്റ്റ്, റൂട്ട്, ദെൻ ഇവിടെ റൈറ്റ് ചൈൽഡ് ഇല്ല, പക്ഷേ നമുക്ക് ഇവിടെ ഇൻ ഓർഡർ വരും അല്ലേ. അപ്പോൾ ഇൻ ഓർഡർ വരുമ്പോൾ ആദ്യം എഴുതണം? 2 വരും, ദെൻ 12 വരും. ദെൻ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ കഴിഞ്ഞു. ദെൻ ലെഫ്റ്റ് സബ് ട്രീ കഴിഞ്ഞ് നമ്മൾ ആരെ വിസിറ്റ് ചെയ്യേണ്ടത്? റൂട്ടിനെ വിസിറ്റ് ചെയ്യണം. ദെൻ 8 നമ്മൾ എഴുതി. തീർന്നില്ല, നമുക്ക് റൈറ്റ് സബ് ട്രീ കിടപ്പുണ്ട്. റൈറ്റ് സബ് ട്രീക്കകത്ത് തന്നെ ഒരു ട്രീ ആയിട്ടാണ് കിടക്കുന്നത്, പക്ഷേ ലെഫ്റ്റ് ചൈൽഡ് അതായത് 4ന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, റൈറ്റ് ചൈൽഡേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് ചൈൽഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്തത് ആരെ എഴുതാം? റൂട്ടിനെ എഴുതാം, 4 എന്ന് എഴുതാം. ദെൻ നമ്മൾ അടുത്തതിലോട്ട് പോയി. 11ൻ്റെ ലെഫ്റ്റ് ചൈൽഡും വന്നു, ദെൻ റൈറ്റ് ചൈൽഡ് 11 ഇല്ല. സോ നമ്മൾ എഴുതി? 3 എഴുതി, ദെൻ 11 എഴുതി. ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ ഓർഡർ നമ്മൾ പറഞ്ഞു. ആദ്യം ആരെയും വിസിറ്റ് ചെയ്യേണ്ടത്? ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സബ് ട്രീനെ, ദെൻ റൂട്ട്, ദെൻ റൈറ്റ് സബ് ട്രീ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത്, ദെൻ നെക്സ്റ്റ് റൂട്ട്, ദെൻ റൈറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് സബ് ട്രീനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ. ലെഫ്റ്റ് സബ് ട്രീ കൺസിഡർ ചെയ്യുമ്പോൾ ഇതും ഒരു ട്രീ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രീയാണ്, അതുപോലെ ഇതൊരു ട്രീ ആണ്, ഇതും ഒരു ട്രീയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കൺസിഡർ ചെയ്യാം, കാരണം 9 കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആയിട്ട് ഒന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 5 7 എഴുതാറായിട്ടില്ല, കാരണം എന്താണ്? ഇതും ഒരു ട്രീ ആണ്. ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 എഴുതാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്തെഴുതാം? 9ഉം 5ഉം നമുക്ക് എഴുതാം. ദെൻ 7 മാത്രം നമ്മൾ ഇവിടെ ഈ ഒരു ഇതിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തപ്പോഴത്തേനും ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. സോ നമ്മൾ ലെഫ്റ്റ് നമ്മൾ എഴുതി, റൂട്ട് എഴുതി, പക്ഷേ റൈറ്റ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? വീണ്ടും ഇതൊരു സബ് ട്രീ ആണ്. ദെൻ ഇവിടെ ലെഫ്റ്റ്, ഇത് റൂട്ട്, റൈറ്റ് നമുക്കില്ല. സോ ലെഫ്റ്റ് റൂട്ട് നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് 12. അപ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? ലെഫ്റ്റ് സബ് ട്രീ കഴിഞ്ഞു. ദെൻ ആരെ വിസിറ്റ് ചെയ്യണം? റൂട്ടിനെ വിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ റൈറ്റ് സബ് ട്രീ ആയി. റൈറ്റ് സബ് ട്രീ എടുത്ത് നോക്കിയപ്പോൾ 4 ഉണ്ട്, ലെഫ്റ്റ് ഇല്ല, പക്ഷേ റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു ട്രീ തന്നെയാണ്. അപ്പോൾ ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റൂട്ടിന് ആദ്യം എഴുതി. ദെൻ റൈറ്റ് എഴുതുന്നതിന് മുന്നേ ലെഫ്റ്റ് ചൈൽഡ് അതിനുണ്ട്, പക്ഷെ റൈറ്റ് ചൈൽഡ് ഇല്ല. സോ നമ്മൾ ആദ്യം ലെഫ്റ്റ് ചൈൽഡ്, ദെൻ റൂട്ട്, 3 11. ഇതാണ് ഇൻ ഓർഡർ ട്രാവേഴ്സിൽ. ഇനി നമുക്ക് പ്രീ ഓർഡർ ട്രാവേഴ്സ് നോക്കാം. പ്രീ ഓർഡർ ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്? റൂട്ടിനെ വിസിറ്റ് ചെയ്യണം, ദെൻ ലെഫ്റ്റിനെ വിസിറ്റ് ചെയ്യണം, ദെൻ റൈറ്റിനെ വിസിറ്റ്. അപ്പോൾ നമ്മുടെ റൂട്ട് ആരാണ്? 8 നമ്മൾ എഴുതി. ദെൻ നമ്മൾ ലെഫ്റ്റിനെ കൺസിഡർ ചെയ്യാണ്. ലെഫ്റ്റിനെ കൺസിഡർ ചെയ്തപ്പോഴത്തേനും ഇതും ഒരു ട്രീ ആണ്. സോ ഈ ട്രീക്കകത്ത് വരുന്ന റൂട്ട് ആരാണ്? 5 ആണ്. സോ നമ്മൾ 5 എഴുതി. ലെഫ്റ്റ് ആരാണ്? 9 ആണ്. റൈറ്റ് എഴുതാൻ നിന്നപ്പോൾ റൈറ്റും ഒരു ട്രീ ആണ്. സോ
റൈറ്റിൻ്റെ ട്രീക്കകത്ത് എന്താണ് 7 തന്നെയാണ് റൂട്ടായിട്ട് കിടക്കുന്നത്. സോ നമ്മൾ 7 എഴുതി. ദെൻ ലെഫ്റ്റ് എഴുതി. ദെൻ റൈറ്റ് എഴുതുന്നതിന് മുന്നേ വീണ്ടും അത് ട്രീ ആണ്. സോ റൂട്ട് നോഡാണ് 12. നമുക്ക് 12 എന്ന് എഴുതാം. ദെൻ 2 എഴുതാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ കഴിഞ്ഞു. റൈറ്റ് സബ് ട്രീയിലോട്ട് പോവാണ്. റൂട്ട് നോഡ് ആരാണ്? 4 ആണ്. സോ 4 എഴുതി. ലെഫ്റ്റ് ഇല്ല, ബട്ട് റൈറ്റ് ഉണ്ട്. ദെൻ അതും ഒരു ട്രീ ആണ്. ഇപ്പോൾ 11 എന്ന് പറയുന്നത് റൂട്ട് നോഡാണ്. 11 എഴുതി. ദെൻ ലെഫ്റ്റ് എഴുതി. റൈറ്റ് ചൈൽഡ് ഇല്ല. ഇതാണ് പ്രീ ഓർഡർ. ദെൻ അടുത്ത് പോസ്റ്റ് ഓർഡർ. പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ആരെ ട്രാവേഴ്സ് ചെയ്യേണ്ടത്? ആദ്യം ലെഫ്റ്റ് സബ് ട്രീ, ദെൻ റൈറ്റ് സബ് ട്രീ, ദെൻ ലാസ്റ്റാണ് റൂട്ടിനെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സബ് ട്രീനെ കൺസിഡർ ചെയ്തു. ലെഫ്റ്റ് സബ് ട്രീയിൽ ആരാദ്യം ചെയ്യേണ്ടത്? ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിന് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ സോ 9 വരും. 9 വന്നു കഴിഞ്ഞപ്പോഴത്തേനും റൂട്ട് എഴുതാൻ പാടില്ല. റൂട്ട് ലാസ്റ്റാണ്. റൈറ്റും കഴിഞ്ഞിട്ടേ റൂട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റൈറ്റിലോട്ട് പോയി. റൈറ്റ് പോയപ്പോഴത്തേനും എന്തുണ്ട് ഇവിടെ? അതും ഒരു ട്രീ ആണ്. സോ ലെഫ്റ്റ് നമ്മൾ ആദ്യം ട്രാവേഴ്സ് ചെയ്യണം. അപ്പം നമ്മൾ 1 എന്ന് എഴുതി. നമുക്ക് റൂട്ട് നോഡ് എഴുതാൻ പറ്റത്തില്ല, കാരണം ലാസ്റ്റേ പറ്റത്തുള്ളൂ. 12 എഴുതാം, പക്ഷേ 12ഉം ഒരു ട്രീ ആണ്. 2 ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, റൈറ്റ് ചൈൽഡ് ഇല്ല എന്നുള്ളൂ. സോ ഇതും ഇവിടെയും പോസ്റ്റ് ഓർഡർ വരുമ്പോൾ ആദ്യം വരും? 2 വരും. ദെൻ ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് റൈറ്റ് ചൈൽഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ലെഫ്റ്റും റൈറ്റും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂട്ട് നോഡ് എഴുതാം. അപ്പോൾ നമ്മൾ 12 എന്ന് എഴുതി. ദെൻ ഈ റൈറ്റ് ഭാഗം തീർന്നു കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് നോഡ് എഴുതാം. 7 എഴുതി. ദെൻ ഇത്രയും ഭാഗം കഴിഞ്ഞതുകൊണ്ട് നമുക്ക്, അതായത് റൈറ്റ് ഭാഗം മൊത്തം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ റൂട്ട് എഴുതാം. 5 എഴുതി. ദെൻ അപ്പം നമ്മുടെ ലെഫ്റ്റ് മൊത്തം കഴിഞ്ഞു. ഇനി 8 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം റൈറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. റൈറ്റും കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ 8 നോക്കാൻ. ദെൻ റൈറ്റിലോട്ട് കടന്നു. റൈറ്റിലോട്ട് കടന്നപ്പോഴത്തേനും 4 എന്ന് പറയുന്നത് ഇതൊരു ട്രീ ആണ്. ട്രീ ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, പക്ഷേ റൂട്ട് നോഡ് എഴുതാൻ പറ്റില്ല, കാരണം പോസ്റ്റ് ഓർഡറിൽ റൂട്ട് ലാസ്റ്റാണ്. ലെഫ്റ്റ് ഇല്ല, റൂട്ട് എഴുതാൻ പറ്റില്ല. റൈറ്റിലോട്ടാണ്, റൈറ്റാണ് പിന്നെ എഴുതേണ്ടത്. അപ്പോൾ റൈറ്റ് നമ്മൾ നോക്കിയപ്പോൾ റൈറ്റ് വീണ്ടും ഒരു സബ് ട്രീ ആയിട്ടാണ് കിടക്കുന്നത്. 11 പക്ഷേ റൈറ്റ് ചൈൽഡ് ഇല്ല. സോ നമ്മൾ ഇതും പോസ്റ്റ് ഓർഡറിൽ വരുമ്പോൾ ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട് നോഡ്, പക്ഷേ റൈറ്റ് ഇല്ല. ദെൻ നമുക്ക് ലെഫ്റ്റേ ഉള്ളൂ. സോ നമ്മൾ 3 എന്ന് എഴുതി. ദെൻ റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ റൂട്ട് നോട്ടിലോട്ട് എഴുതാം. 11 എഴുതി. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ റൂട്ട് എഴുതാം. 4 എഴുതി. അപ്പോൾ ഈ ഭാഗം മൊത്തം തീർന്നുകൊണ്ട് നമുക്ക് ഈ റൂട്ട് എഴുതാം. സോ 8 എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് പ്രീ ഓർഡറും ഇൻ ഓർഡറും പോസ്റ്റ് ഓർഡറും നമ്മൾ ട്രാവേഴ്സിൽ നമ്മൾ എഴുതുന്നത്. അപ്പോൾ എക്സാമ്പിൾ തരുമ്പോൾ ഇതുപോലെ നിങ്ങൾ എഴുതണം. ഓരോ ട്രീയും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം. ഓരോ ട്രീക്കകത്തും പ്രീ ഓർഡറും ഇൻ ഓർഡറും പോസ്റ്റ് ഓർഡറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രീ ട്രാവേഴ്സൽ, ബൈനറി ട്രീയുടെ ട്രീ ട്രാവേഴ്സൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.